മുളക് പൊപ്പിക്കണ മണം മൂക്കിനൊക്കെ ചെയ്തിട്ട് രക്ഷയില്ല. അവിടെ നിൽക്കാൻ അവിടെ തോന്നിക്കണേ ബീഫ് നമ്മൾ തിളച്ച് പറയാൻ കേട്ടാ. ഇവിടെ നിന്ന് വലിക്കണുണ്ട് എരിഞ്ഞിട്ട്. ഇത് തന്നെ പിള്ളേരെ എരിഞ്ഞിട്ടത്. ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇടാം. അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വ്ളോഗാണ്. എനിക്ക് കഴിഞ്ഞ ദിവസം മഞ്ജു ഇൻസ്റ്റാഗ്രാമിൽ റീൽ അയച്ചിട്ടുണ്ടായിരുന്നു ഒരു ബീഫ് റോസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ. സിമ്പിളായിട്ട് ഒരു ബീഫ് റോസ്റ്റ്. അപ്പോൾ ആ ബീഫ് റോസ്റ്റ് ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്യാൻ ഓർത്ത് ഇരിക്കുവാണ്. അപ്പോൾ അവളെല്ലാം സെറ്റാക്കാൻ വേണ്ടിയിട്ട് കിച്ചണിലേക്ക് പോയിട്ടുണ്ട്. എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് എന്താണ് അവസ്ഥ എന്നൊക്കെ നോക്കാം. അപ്പം ഇതാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. മസ്റ്റാർഡ് ബീഫ്, പിന്നെ കുറച്ച് ഇടിച്ച മുളകുണ്ട്, പിന്നെ ചെറിയ ഉള്ളി, കുറച്ച് വെളിച്ചെണ്ണ, ഇത്തിരി ഉപ്പ്. അത് മാത്രം മതിയല്ലോ നമുക്ക് ഇതിന് വേണ്ടിയിട്ട്. അപ്പം ഇത് നമ്മ കുക്കർ എടുത്തിട്ടുണ്ട്. കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണ്ട കേട്ടോ. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്കും കുറച്ച് ഉള്ളി ഇട്ടേക്കാം. ചെറിയ ഉള്ളിയും വറ്റൽമുളകും ഉപ്പും മാത്രം ഇടാമോ? എവിടെ കണ്ടാണത്? ഇൻസ്റ്റാഗ്രാം വഴി കണ്ട ഒരു റെസിപ്പി കണ്ട അഞ്ച് ഇപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കണം. സക്സസ് ആവുക? നോക്കാല്ലേ എന്തായാലും നമുക്ക്. എരിഞ്ഞപ്പോ പോയോ? മുളക് മുതിൻ്റെ നല്ല മണം കേട്ടോ. വല്ല കാര്യം ഉണ്ടായിരുന്ന മുളക് മൂപ്പിക്കണതിന്റെ മണം മൂക്കിനൊക്കെ ചെയ്തിട്ട് രക്ഷയിലിട്ട് അവിടെ നിൽക്കാൻ അവിടെ തോന്നിക്കണേ. മൂപ്പിച്ചപ്പോ തന്നെ നല്ല എരിവ് മൂക്കിലേക്ക് ചേർന്ന്. ഇത് കഴിക്കുമ്പോ എങ്ങനെയാന്ന് പറയാൻ ആർക്ക് എന്താ ബീഫ് ഇടാനുള്ള ടൈമായിട്ടാ. ഈ ബീഫ് ഇടാൻ പോണേ. മുളകൊക്കെ എല്ലാം മൂത്ത് സെറ്റായിട്ടാ. ബീഫും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ ഏകദേശം ഓക്കെ. ഇനി ഇത് മൂടി വെച്ചിട്ട് ഏകദേശം 6 വിസിൽ വേണം കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് തുറക്കാം. വെച്ചോ. അപ്പോൾ നമ്മുടെ ബീഫ് കറി വെന്തിട്ടുണ്ട് കേട്ടോ. കറി ആയിട്ടില്ല, കുറച്ചുകൂടി പണി ബാക്കിയുണ്ട്. നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. നെയ്യൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. കളറൊക്കെ കണ്ടിട്ട് ഓക്കെ. അടുത്തെന്താ? റോസ്റ്റ് പരുവത്തിലാക്കി എടുക്കണ്ട. അപ്പം നമ്മുടെ പാത്രം കൊണ്ട് വെച്ചിട്ടുണ്ടാ. ബീഫ് കറി നമ്മൾ തിളച്ച് പറയാൻ കേട്ടാ. കാണാൻ ഭംഗിയാ. നോക്കി ബീഫ് കറി ഇങ്ങനെ തിളക്കാനായിട്ട്. ഇയാൾ ഭയങ്കര ഷൈയാണ് കേട്ടോ ക്യാമറ ഓൺ ചെയ്യുമ്പോഴത്തേക്കും. അതായത് നമുക്ക് റോസ്റ്റ് ഒന്ന് വറ്റിട്ട് കാണാം. വെള്ളമൊക്കെ നല്ലോണം വറ്റി വനം. എന്നിട്ട് നമുക്ക് നോക്കാവേ. അച്ഛന്മാരപ്പം നമ്മുടെ ബീഫൊക്കെ സെറ്റാണ് കേട്ടാ. വെള്ളമൊക്കെ അത്യാവശ്യം നല്ലോണം വറ്റി സെറ്റാകുന്നുണ്ട്. നമുക്കിനി ഇത് വേറൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം കേട്ടോ. ബീഫ് കറിയൊക്കെ തേമ്മ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടാ. അപ്പം അതിൻ്റെ ഒപ്പം കഴിക്കാൻ വേണ്ടി തേമ്മ നല്ല ചൂട് പൊറോട്ട എടുത്തിട്ടുണ്ടാ. പൊറോട്ട നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചാണ്. അത് നല്ല ചൂട് പൊറോട്ടയാണ്. അതിൻ്റെ ഒപ്പം നമുക്ക് ഈ ബീഫ് കറി ഒന്ന് കഴിച്ചു നോക്കാം. ഇങ്ങനെ ഉണ്ടെന്ന് നോക്കാം. എങ്ങനെ ഉണ്ടാവും? അപ്പോൾ നമ്മൾ ഫുഡൊന്ന് കഴിച്ചു നോക്കാൻ വേണ്ടേ. ഇവിടെ ബീഫ് കറി എങ്ങനെ നോക്കാം. നല്ല എരിവുണ്ടെന്നാണ് തോന്നുന്നത് കണ്ടിട്ട്. ഇതുവരെ കഴിച്ചു നോക്കിയിട്ടില്ല. എന്തായാലും നമുക്ക് നോക്കാം. ആദ്യം ഇവിടെ കഴിക്കട്ടെ. ഉണ്ടാക്കിയാൽ കഴിച്ചത് പറയട്ടേടാ. എരിവിന്റെ മണമൊക്കെ അടിക്കണ കേട്ടോ. എരിവിന്റെ മണം തന്നെയാണ് അടിക്കാൻ. വലിയ ദിവസം എന്തൊക്കെയുണ്ടെന്ന് പറയാം.
എരിവണ്ട എങ്ങനെയുണ്ട് കുറവെന്നൊക്കെ പറഞ്ഞത് ഒരാഴ്ച നോക്കട്ടേടാ പൊറോട്ട കഴിക്കണ അതേ ബീഫിന്റെ കഷ്ണം മാത്രം കഴിച്ചു നോക്കട്ടെ എരിവണ്ട ഇല്ലേന്നൊക്കെ നോക്കണേടാ എരിവ് നല്ലോണം ഉണ്ട് കേട്ടോ എരിവാണെങ്കിൽ കേറിയില്ല കുറച്ച് ഉപ്പ് കൂടുതൽ സംശയം ഓക്കെ ഉണ്ടോ പക്ഷേ കറി ഞങ്ങൊന്ന് കഴിച്ചോ പോരട്ടെ മുഴുവൻ കഴിച്ച് തീർത്തിട്ട് കാണാം അത്യാവശ്യം എരിവുണ്ട് കറിക്ക് അങ്ങനെയുണ്ട് ഇവിടെ നിന്ന് വലിക്കലുണ്ട് എരിഞ്ഞിട്ട് ഇത് തന്നെ കേട്ടോണ്ടിരിക്കണേ കുറച്ച് നേരം വിട്ടിട്ടാ എന്നാലും കൊള്ളാം മുളക് പൊടി കുറച്ച് കൂടി പോകാം ഇതില് വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല കേട്ടോ ആകെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഉപ്പുണ്ട് പിന്നെ ചില്ലി ഫ്ലെക്സ് ഉള്ളി അത് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് മസാല എന്ന് പറയാനായിട്ട് വേറെ ഒന്നുമില്ലല്ലേ മഞ്ഞപ്പൊടി പോലും ചേർത്തിട്ടില്ല കുഴപ്പമില്ല ഇത് വെള്ള റെസിപ്പി ഒന്നുമല്ല കോപ്പി അടിച്ചാണ് എവിടെ കോപ്പി അടിച്ചാൽ ഇൻസ്റ്റാഗ്രാമിൽ കോപ്പി അടിച്ചുണ്ടാക്കിയാടാ ഇതിനും കൊള്ളാം അങ്ങനെയൊക്കെ ഇപ്പൊ പൊറോട്ടയും ബീഫൊക്കെ കഴിച്ച് കഴിക്കണ്ടാ അങ്ങനെ ഇരിഞ്ഞൊക്കെ ഇരിക്കും അത്യാവശ്യം നല്ല എരിവിട്ടാ അപ്പതേ അഞ്ചുവിൻ്റെ രണ്ട് അനിയത്തോരെ നോക്കണ്ട അവരെ കൊണ്ട് നമ്മുടെ കറി ടേസ്റ്റ് വെച്ച് നോക്കണ്ട അപ്പൊ അവരുടെ അഭിപ്രായം ഒന്ന് ചോദിച്ചു നോക്കണ്ട എങ്ങനെ ഉണ്ടെന്ന് എങ്ങനെയുണ്ട് അനു എരിവുണ്ടല്ലേ അമ്മ എരിവുണ്ടാ ടേസ്റ്റ് ഉണ്ടാ കറി എങ്ങനെയുണ്ട് കറി നല്ല അടിപൊളി നോട്ടണ്ടാ എരിവാണ് ഇതിന്റെ ഹൈലൈറ്റ് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല അതിൻ്റെ എരിവ് തന്നെയാണ് ഇതിന്റെ മെയിൻ എന്തായാലും കഴിക്കട്ടെ പിള്ളേരെ ഇറങ്ങിട്ടത് ഐസ് വാട്ടർ കുടിച്ചോണ്ടിരിക്കാടാ നല്ല എരിവുണ്ട് ഇങ്ങനെ എന്താ പറയാ ഇതൊക്കെ കഴിച്ചിട്ടേക്കണ്ടേ എരിവാ ഓക്കെ ആയിരുന്നു ഇപ്പൊ കുഴപ്പമില്ലല്ലേ വലിക്കലൊക്കെ മാറി നല്ല വലിക്കൽ തോന്നേരം ഒരു ഇഷ്ടത്തെ വലിക്കലുണ്ട് ഹലോ അച്ഛാ അപ്പത്തേ നമ്മ ഫുഡൊക്കെ കഴിച്ച് വന്നിട്ടാ ഫുഡ് അത്യാവശ്യം നല്ലതായിരുന്നു കേട്ടോ കറി കുറച്ച് എരിവുണ്ടായെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാകട്ടെ കറിക്ക് അല്ലേ ഇവിടെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കണ്ടു വന്ന് ചെയ്താട്ടാ എന്തായാലും കൊള്ളായിരുന്നുണ്ടാവും പൊറോട്ടയും ആ ബീഫും കൂടി ആയപ്പോഴത്തേക്കും കൊള്ളായിരുന്നു അതെ അടുത്ത ഇൻസ്റ്റാ ബുക്കിംഗ് ആയിട്ട് അടുത്ത വരാം അപ്പൊ അച്ഛാമാരെ അപ്പൊ ഇത്ര ഉള്ളൂ കേട്ടോ വീഡിയോ അപ്പൊ ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണേ അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പൊ എന്തായാലും അടുത്ത വീഡിയോ കാണുന്നവരെയും എല്ലാവർക്കും ബൈ.